അപ്പം അതുകൊണ്ട് ഈ അനുഭവങ്ങളുടെ എല്ലാം അടിസ്ഥാനത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് വീണ്ടും ഭരണ തുടർച്ചയിലേക്ക് വരും. പേരാമ്പ്ര അസംബ്ലി മണ്ഡലം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി ജയിക്കും, നല്ല ഭൂരിപക്ഷത്തിന് ജയിക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു. മെയ് 4-നാണ് വോട്ടെണ്ണി ഫലം പ്രഖ്യാപിക്കുന്നത്. അപ്പം അതിനിടയിൽ തെരഞ്ഞെടുപ്പിൻ്റെ അനുഭവങ്ങളെ സംബന്ധിച്ചുള്ള ഒരു വിശകലനം മാത്രമാണ് ഇപ്പോൾ ആർക്കും നടത്താൻ സാധിക്കുക. തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ജനങ്ങളുടെ മുമ്പിൽ വ്യക്തമായ പരിപാടി അവതരിപ്പിച്ചുകൊണ്ടാണ് വോട്ടിന് സമീപിച്ചത്. തെരഞ്ഞെടുപ്പ് രംഗത്തുണ്ടായ ഒരനുഭവം ഒരു തരത്തിലുള്ള ഭരണവിരുദ്ധ വികാരവും ജനങ്ങളിൽ നിന്നുണ്ടായില്ല. ജനക്ഷേമ നടപടികളും ജനങ്ങൾക്ക് ഉപകാരപ്രദമായ പൊതുവികസനങ്ങളും തുടരണം എന്ന നിലപാടാണ് പൊതുവെ ജനങ്ങൾ സ്വീകരിച്ചത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിൻ്റെ ഭരണാനുഭവവും UDFൻ്റെ ഭരണാനുഭവവും കേരള സമൂഹത്തിൻ്റെ മുമ്പിലുണ്ട്. UDF ഈ തെരഞ്ഞെടുപ്പിൽ കാണിച്ച ഒരു രീതി തുടർച്ചയായി കളവ് പ്രചരിപ്പിക്കുക എന്നുള്ളതാണ്. കളവ് പ്രചരിപ്പിച്ച് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുക. അവർ പറഞ്ഞ ഓരോ വാക്കും പൊതുവെ മാധ്യമങ്ങൾ ഏറ്റെടുത്ത് അത്തരം നിലപാടുകൾക്ക് സ്ഥിരീകരണം ഉണ്ടാക്കാനാണ് ശ്രമിച്ചത്. സോഷ്യൽ മീഡിയ ആണെങ്കിൽ അങ്ങേയറ്റത്തെ ജനവിരുദ്ധ നിലപാടുകൾ ഉയർത്താനാണ് ശ്രമിച്ചത്. സ്ഥാനാർത്ഥികളെ പോലും വ്യക്തിപരമായി ആക്ഷേപിച്ച് തെറ്റിദ്ധാരണ സൃഷ്ടിക്കുന്നതിനുള്ള സംഘടിതമായ ശ്രമം നടത്തുകയുണ്ടായി. ഞാനൊരു സ്ഥാനാർത്ഥി എന്നുള്ള നിലയ്ക്ക് എനിക്കും ഒരുപാട് അനുഭവങ്ങൾ അങ്ങനെയുണ്ട്. ഞാനതിനൊന്നും മറുപടി പറഞ്ഞിട്ടില്ല. ഞാൻ പൊതു രാഷ്ട്രീയ നിലപാട് ഉയർത്താനാണ് ശ്രമിച്ചത്. മണ്ഡലത്തിൽ വ്യാപകമായ വികസന പ്രവർത്തനങ്ങൾ നടന്നു എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. അത് അപ്പോഴും ഇപ്പോഴും ആർക്ക് വേണമെങ്കിലും പരിശോധിച്ച് കഴിഞ്ഞാൽ ബോധ്യമാകും. ഞാൻ തന്നെ പറഞ്ഞു, 1950 കോടി രൂപയുടെ വികസന പ്രവർത്തനം പേരാമ്പ്ര അസംബ്ലി മണ്ഡലത്തിൽ നടന്നിട്ടുണ്ട്. ഇതൊക്കെ വെറുതെയാണ്. സ്കൂളുകൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ പരിഷ്കരണം, ആരോഗ്യമേഖലയുടെ മാറ്റം, പാലങ്ങൾ, റോഡുകൾ, പ്രധാനപ്പെട്ട കെട്ടിടങ്ങൾ, സർക്കാർ ഓഫീസുകൾ, ഇതെല്ലാം ഒരു യാഥാർത്ഥ്യമായിട്ട് നിൽക്കുകയാണ്. ഇത് പേരാമ്പ്ര മണ്ഡലത്തിൽ മാത്രമല്ല, കേരളത്തിലുടനീളം ഇതാണ് അനുഭവം. കിഫ്ബി ഫണ്ട് ഉപയോഗിച്ച് കേരളത്തിലെ 140 അസംബ്ലി മണ്ഡലങ്ങളിലും ഭരണ പ്രതിപക്ഷ വ്യത്യാസമില്ലാതെ വികസന പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് LDF ഗവൺമെൻറ് പരമാവധി ശ്രമം നടത്തിയിട്ടുണ്ട്. ഈ യാഥാർത്ഥ്യങ്ങളെയൊക്കെ അവഗണിക്കാനാണ് ശ്രമിച്ചത്. എന്നാൽ ഇതെല്ലാം ജനങ്ങൾ മുമ്പിലുള്ള അനുഭവമാണ്. ഞാൻ ഇന്നലെ വോട്ട് ചെയ്തതിന് ശേഷം പേരാമ്പ്ര അസംബ്ലി മണ്ഡലങ്ങളിലെ ഒരു 100-ലധികം ബൂത്തുകൾ സന്ദർശിക്കുകയുണ്ടായി. അവിടെയൊക്കെ വോട്ടർമാർ വളരെ ആവേശഭരിതരാണ്. കക്ഷി രാഷ്ട്രീയത്തിൽ നിന്ന് അതീതമായി വികസനത്തെയും ജനക്ഷേമ നടപടികളെയും ശരിയെയും അംഗീകരിക്കാൻ ജനങ്ങൾ തയ്യാറാകുന്നു എന്നതാണ് ഇന്നലെ ബൂത്തുകൾ സന്ദർശിച്ചപ്പോഴുള്ള എൻ്റെ അനുഭവം. വോട്ടിംഗ് നിലയിൽ സജീവമായി ആദ്യം തന്നെ രംഗത്ത് വന്ന ഒരു വിഭാഗം സ്ത്രീകളാണ്. സ്ത്രീകളും ചെറുപ്പക്കാരും വലിയ തോതിൽ ഈ തെരഞ്ഞെടുപ്പിൽ സജീവമായിട്ടുണ്ട്.
ഞാൻ സന്ദർശിച്ച സ്ഥലങ്ങളിലെല്ലാം സ്ത്രീകളാണ് വലിയ പ്രതികരണം നടത്തുന്നത്. അപ്പം അതുകൊണ്ട് ഈ അനുഭവങ്ങളുടെ എല്ലാം അടിസ്ഥാനത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് വീണ്ടും ഭരണ തുടർച്ചയിലേക്ക് വരും. പേരാമ്പ്ര അസംബ്ലി മണ്ഡലം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി ജയിക്കും, നല്ല ഭൂരിപക്ഷത്തിന് ജയിക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്.